ഹലോ കൂട്ടുകാരെ, ഇവളാണ് എൻ്റെ തൂത്തിരി കേട്ടോ. ഇവളെന്നെ ഉമ്മ വയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ തൂത്തിരിനെ. അപ്പോൾ ഞാനേ തൂത്തിരിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇന്നിപ്പോൾ മഴയൊന്നുമില്ല, അപ്പോൾ നല്ല വെയിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ എവിടെയും പോയുമില്ല. ഇന്നിപ്പോൾ ആട് മേക്കലൊക്കെ ആയിരുന്നു. ഇല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പോകാണ്ടെങ്കിൽ ആടുകൾക്ക് വേഗം രാവിലെ എണീറ്റിട്ട് പുല്ലൊക്കെ വെട്ടി ആടും കൂടിൽ കെട്ടിക്കൊടുത്ത് വെള്ളവും കൊടുത്ത് ആടും കൂടെ കടിച്ച് വൃത്തിയാക്കിയിട്ട് ഞാൻ അങ്ങോട്ട് പോവുക ചെയ്യാം. ഇന്നിപ്പോൾ ഞാൻ എവിടെയും എനിക്ക് പോകാനില്ലാത്തത് കൊണ്ട് ഇന്നിപ്പോൾ ഞാൻ ഇവരെ കൂടെ അങ്ങോട്ട് ഇരിക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവരെ കൂടെ പോയി ഇരിക്കാനായിട്ട്. തൊടിയിൽ കൊണ്ട് കെട്ടിയിട്ട് കൊറ്റനാണെങ്കിൽ ഇടിയാണ് കേട്ടോ. ഇവനെ ഞാൻ കൊടുത്തിട്ട് തിരിച്ച് മേടിച്ചതാണ്. ഇവനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പാവാണ് ഇവൻ, പക്ഷേ നല്ല കുത്തു കേട്ടോ. എൻ്റെ ഒരു ഡ്രസ്സ് ഇവൻ കീറി കുത്തിയിട്ട് ഇനിയിപ്പോൾ അടുത്ത ഡ്രസ്സും കൂടി ഇങ്ങനെ കൊമ്പിങ്ങനെ കൂർത്ത് നിൽക്കുന്നത്. നല്ല ഇടിയാണ് കേട്ടോ. എല്ലാ ആടുകളിനെയും ഇടിക്കും. ഭയങ്കര ഇടിക്കാരനാണ് അവൻ. ഭയങ്കര കേമനാണ്. ഭയങ്കര എന്താ പറയുക, ഭയങ്കര സാധനമാണ്. ചാടി നിൽക്കും. എന്നിട്ട് ചാടി നിന്നിട്ട് നല്ല കൊമ്പ് വെച്ചിട്ട് നല്ല ഇടിക്കും. നമ്മളെ ഓർക്കാപ്പുറത്തെങ്ങാനും നിൽക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ പട്ടക്കടിയേ പറഞ്ഞ് വീഴും കേട്ടോ. എന്നാലും ഞാൻ ആട്ടുകൂടുന്ന് താഴത്തേക്ക് വീണു. എന്തോ ഭാഗ്യത്തിന് എൻ്റെ ഇടുപ്പ് ഒടിഞ്ഞില്ല. ഞാൻ അങ്ങനെ നിൽക്കുമായിരുന്നു, ഇങ്ങനെ കൊഞ്ചിക്കാൻ വേണ്ടിയിട്ട് നിന്നതാണ്. പക്ഷേ പണി പാളി. ഇതാണ് തൂത്തിരി കേട്ടോ. തൂത്തിരി ഇപ്പോൾ ഏകദേശം ഒരു 2 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും തൂത്തിരി ഇവിടെ വന്നിട്ട്. ഇവിടെ തന്നെ ജനിച്ചിട്ടുണ്ടായതാണ് കേട്ടോ. പക്ഷെ തൂത്തിരി പ്രസവിച്ച സമയത്ത് തന്നെ തൂത്തിരിൻ്റെ ഇടുപ്പ് ഒടിഞ്ഞിട്ട് ഇടുപ്പൊക്കെ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയിട്ട് അങ്ങനെ ഇടുപ്പൊക്കെ ഒടിഞ്ഞതൊക്കെ മാറി. പിന്നെ കാലൊടിഞ്ഞു. അങ്ങനെ ഓരോരോ വശമൊക്കെ ഒടിഞ്ഞിട്ട് പിന്നെ എനിക്ക് പാവം തോന്നുമ്പോഴേ എപ്പോഴും അങ്ങനെ ഇവള് ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് ഇനി ഇവളെ പറ്റുമൊന്നുമില്ല, കാര്യമില്ല എന്നും പറഞ്ഞിട്ട് മണ്ണത്തിയിൽ കൊണ്ടുപോയിട്ട് യൂണിവേഴ്സിറ്റി കൊണ്ടുപോയിട്ട് മരുന്ന് വാങ്ങിക്കൊടുത്തോന്ന് പറഞ്ഞിട്ട് തിരിച്ചു കൊടുന്നു കേട്ടോ. അങ്ങനെ മരിക്കാറായതാണ്. എന്നിട്ട് പിന്നെ ഞാൻ അങ്ങനെ നോക്കി പതുക്കെ പാവം രക്ഷപ്പെട്ടു. ഓർത്തോഹെർബിൻ്റെ ഓയിലൊക്കെ തേച്ച് ഇടുപ്പൊക്കെ വടിയൊക്കെ വെച്ച് കെട്ടി കാലൊക്കെ കെട്ടി അങ്ങനെ അവളെ രക്ഷപ്പെടുത്തിയാണ്. അപ്പോൾ അവളോട് എനിക്ക് എന്തോ ഒരു സംതിങ് ഭയങ്കര ഇഷ്ടമാണ് അവളെ എനിക്ക്. അപ്പോൾ അവളെ കൊല്ലാൻ കൊടുക്കാൻ ഒരു ജന്മത്ത് കൊല്ലണേക്കാട്ടിലുപരി അവൾ അത്രയും വേദനിച്ചിട്ടുണ്ട് ജനിച്ചപ്പോൾ. അങ്ങനെ കരയുമ്പോൾ അടുത്തുള്ളവർക്കൊക്കെ കേൾക്കാട്ടോ അവളുടെ കരച്ചിൽ. എല്ലാവർക്കും ഒരു ശല്യം പോലെ ആയിരുന്നു അവള്. അങ്ങനെ കരയും, വൈകുന്നേരം രാവും ഒക്കെ കരയും. കാട്ടിടാനൊക്കെ കരഞ്ഞിട്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ എൻ്റെ അടുത്ത് കൊടുന്ന് കിടത്തുട്ടോ പിള്ളേ. എൻ്റെ അടുത്ത് കൊടുന്ന് സ്നിഗ്ഗിയൊക്കെ കെട്ടി വെച്ചിട്ട് ഞാൻ കിടത്തും. എനിക്ക് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് പോകാൻ വയ്യാന്നൊക്കെ വിചാരിച്ചു. അത്ര ഇഷ്ടമാണ് എനിക്ക് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഞാൻ ആട് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ പൂനെക്കുട്ടി വന്നു. മറ്റേ പൂനെനെ കാടം പിടിച്ച് കൊണ്ടുപോയി അവൾ ചത്തു കേട്ടോ. പുള്ള എൻ്റെ കൂടെ വന്നതാണ്. അപ്പോൾ ഞാൻ പുള്ളിയെ എടുത്ത് കൊഞ്ചിച്ചതാണ്. പാവം മീനിനെ മണത്തിട്ടാണ് വന്നത്. ഞാൻ മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് മണത്തിട്ടാണ് വന്നത്. എന്നിട്ട് ഞാൻ അതിനുള്ള എടുത്ത് കൊഞ്ചിച്ചു. ഇനിയിപ്പോൾ വേറെ രക്ഷയൊന്നുമില്ല. ഇനി ആടുകളെ കൊണ്ടുപോയി ഈ റബ്ബറിലാണ് കെട്ടിയത്. ഈ റബ്ബറിലാണ്ട് താഴത്താണ് ഞാൻ കെട്ടിയേക്കണം. പൊട്ടം വന്ന് കടിക്കും ആടുകളിനെ. പൊട്ടം കടിച്ചിട്ട് നിൽക്കാനേ പറ്റില്ല. എല്ലാം മേത്ത് മുഴുവനും പൊട്ടം കടിക്കുക, നമ്മളെയും കടിക്കുക. അതാണ് ഞാൻ ഫുൾ കൈ ഇട്ടിട്ട് വന്നിട്ടോ. പൊട്ടണ്ട കണ്ടോ. ഇവള് പ്രസവിച്ചിട്ടില്ല, പക്ഷേ ഇവളുടെ പാല് കറക്കുക കണ്ടോ. പാല് പീച്ചുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. നാളെ ഞാൻ പാത്രത്തിൽ കറന്നിട്ടൊരു വീഡിയോ എടുക്കാം കേട്ടോ. പ്രസവിക്കാണ്ട് എങ്ങനെ ആടിന് പാല് കറക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവള് പ്രസവിച്ചിട്ടും ഇല്ല, ഇവള് ഗർഭിണിയായിട്ടും ഇല്ല. പക്ഷെ ഇവൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാല് കറക്കാൻ പറ്റുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പാല് ചുങ്ങിയ പോലെ ഉണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാല് വന്ന് വീങ്ങും കേട്ടോ. ഇതുണ്ട്. ഇപ്പോൾ നിറയെ പാലുണ്ട്. ഇന്നത്തെ ദിവസം നിറയെ പാലുണ്ട്. എനിക്ക് എന്താണെന്ന് മനസ്സിലാവില്ല. അത് അധികൃതർ ആരെങ്കിലും കാണുകയാണെങ്കിൽ ഈ വീഡിയോ അവരെ കണ്ടിലൊന്ന് പെടുത്തണത് എന്താ റീസൺ എന്ന് അറിയില്ലെങ്കിൽ അറിയണവർ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്തുകൊണ്ടാണ് പ്രസവിക്കാണ്ട് ആടിന് ഇത്രയും പാല് കിട്ടണമെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്കത് കാര്യം മനസ്സിലായിട്ടില്ല. എന്തായാലും ഇവള് കൊള്ളാം. ഇവള് വീടിൻ്റെ ഒരു ഐശ്വര്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അവളെല്ലാം കൊണ്ടൊരു ഭാഗ്യവതിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ തൂത്തിനെ കറക്കാൻ നോക്കുകയാണ്. തൂത്തിരി സമ്മതിക്കില്ല. മറ്റേ പാപ്പ് കുറച്ച് ചെറുതും ഈ ഒരു പാപ്പ് വലുതുമാണ് കേട്ടോ. അത് പാല് നിറഞ്ഞിട്ടാണ് തോന്നുന്നുണ്ട് ഇങ്ങനെ. അപ്പോൾ ഇവളെ എന്തായാലും അവിടെ നിൽക്കട്ടെ. ഇവളെ ഞാൻ കൊടുക്കുകയില്ല. കാരണം 2 വർഷമായി യാതൊരു ഉപകാരമില്ല. നമ്മൾ ആട് കൃഷിയൊക്കെ നടത്തുന്നത് നമുക്ക് വല്ല ലാഭത്തിന് വേണ്ടിയിട്ടാണ്. പ്രസവിച്ചില്ല പറഞ്ഞാൽ അപ്പം തന്നെ നമ്മളതിനെ വിൽക്കും, കച്ചവടക്കാർക്ക് കൊടുക്കും. അപ്പോൾ അവരതിനെ കൊണ്ടുപോയി കൊന്നിട്ട് അവർ എന്തായാലും പ്രസവിക്കാത്ത ആടുകളൊന്നും ആരും അധികം നിർത്തിയില്ല കേട്ടോ. ഒറ്റ നിർത്തിയില്ല. എന്താ പറയുക, നമ്മൾ ആടിനെ വളർത്തണം തന്നെ നമ്മുടെ ജീവിതമാർഗ്ഗം കഴിയാനൊക്കെ കൂടിയിട്ടാണ്. ഒത്തിരി പാവം കുട്ടികളെ മക്കളൊന്നുമില്ല, പക്ഷെ പാല് ചേർത്തുള്ളൂ. അതാണ് ഉള്ള ഗുണം. നാളെ തൊട്ടിട്ട് കറക്കണം. അപ്പോൾ പിറ്റേ ദിവസം ഞാൻ കറക്കണം. നാളെ കറക്കാം കേട്ടോ. എല്ലാ ആടുകളെയും അഴിച്ചു വിട്ടു. ഇനി ഒരു വീട്ടിലേക്കുള്ള തത്രപ്പാടിലാണ്. ഓടാനുള്ള കൂട്ടിലേക്ക് ഓടുകയാണ്. മറ്റേ വെള്ളച്ചി ഗർഭിണിയാണ്. അവൾ ഇനിയൊരു 10 ദിവസം കൂടി ഉണ്ട് കേട്ടോ പ്രസവത്തിന്. അവൾക്ക് പ്രാവശ്യം ഞാൻ വിരുത്തറിയൊന്നും കൊടുത്തിട്ടില്ല. വിരുത്തറ വാങ്ങിക്കൊടുന്ന് കൊടുക്കണം. അവൾക്ക് പ്രാവശ്യം പഴം മതി എന്ന് അവൾ പറഞ്ഞിരിക്കുന്നത്. ബേക്കറി ഐറ്റംസ് ഒന്നും വേണ്ട, പഴം മതി ഈ പ്രാവശ്യത്തേന് പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ നമ്മളിപ്പോൾ എത്ര പ്രാവശ്യം പ്രസവിക്കുകയാണെങ്കിൽ നമ്മൾ തിന്നാൻ ആഗ്രഹപ്പെട്ടതൊക്കെ കൊടുക്കണ്ടേ. അവൾക്ക് പഴം മതി നമ്മൾ പറഞ്ഞു. പഴം മതി, ബേക്കറി ഐറ്റംസ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ കൂട്ടിൽ പിടിച്ച് കെട്ടാനുള്ള പരിപാടിയുണ്ട്. ഓരോരുത്തർക്കും ഓരോ സ്ഥാനമുണ്ട്. തൂത്തിരിന് അവിടെയാണ് സ്ഥാനം, വെള്ളച്ചിക്ക് ഇവിടെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ രാവിലെ കൊടുത്തിട്ടുള്ള ഇലയൊക്കെ കെട്ടി കൂട്ടിൽ കെട്ടിക്കൊടുത്തു. അവർ നല്ല സന്തോഷമായിട്ട് തിന്നുകയാണ് കേട്ടോ. എനിക്ക് എന്ന് പറഞ്ഞാൽ ആടിനെ വളർത്തിയിട്ട് തന്നെ എങ്ങനെയായാലും ഒരു പൈസ കിട്ടാറുണ്ട്, നല്ലൊരു പൈസ കിട്ടാറുണ്ട് ആടിനെ വളർത്തി വിറ്റാൽ. ഇനിയിപ്പോൾ തൂത്തിരി ഗർഭിണിയായിരിക്കുന്നതാണ് ഞാൻ വിചാരിച്ചപ്പോൾ അവൾ ഗർഭിണിയൊന്നും അല്ല. മറ്റവൾ ഗർഭിണിയാട്ടോ, മറ്റേ അവളുടെ കുട്ടിയും ഗർഭിണിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും അവർ പ്രസവിക്കും. അങ്ങനെ നിങ്ങൾ നോക്കുമ്പോൾ ഇരുമ്പുളി ഉണ്ടായത് ഞാൻ അറിഞ്ഞില്ല. എന്ന് ഇത്ര ആടിൻ്റെ കൂടെ ചേരെ നിന്നിട്ട് ഞാൻ അറിഞ്ഞില്ല. കാരണം ഞാനത് ശ്രദ്ധിച്ചില്ല. ഒക്കെ മഴ താഴെ വീണ് കിടക്കുമ്പോഴാണ് ഇപ്പോൾ കണ്ടതില്ലെങ്കിൽ കുറച്ച് ഉപ്പിലെങ്കിലും ഇട്ട് വയ്ക്കായിരുന്നു. അത് കണ്ടുമില്ല, ഒക്കെ ചീഞ്ഞു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഒരു 4-5 പറിച്ചിട്ട് ഞാൻ വായിൽ കടിച്ച് നോക്കിയതാണ്. എന്തൊരു പുളിപ്പാണെന്ന് അറിയാമോ? അയ്യോ ഭയങ്കര പുളിപ്പ്. കൊളസ്ട്രോളൊക്കെ കുറയ്ക്കും ഈ സാധനം. കുറച്ച് ചുരുക്കി ഒഴിച്ചിട്ട് ഉപ്പ് കുറച്ചിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലതാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ പാണ്ടനും ഇവരൊക്കെ മീൻ ഞാൻ വാങ്ങിച്ചത് കൊണ്ട് മണത്തിട്ട് നിൽക്ക കള്ളിയില്ലാണ്ട് ഞട്ടോടെ കൊടുക്കുന്നു. ഇവളിപ്പോൾ കിട്ടും മീൻ പറഞ്ഞിരിക്കുന്നത്, ഒന്നും കിട്ടാൻ വഴിയില്ല. ഞാൻ വാങ്ങിച്ചതിൻ്റെ പകുതി മുക്കാലും വിൽക്കനെ കൊടുത്തു കേട്ടോ, പച്ചക്കനെ കൊടുത്തേ. ഇവർ നിൽക്കാൻ പറ്റുന്നില്ല. ബൂബുവിനും കൊടുത്തു, ബൂണുവിനും കൊടുത്തു, ഇവർക്കും കൊടുത്തു. ഇനിയിപ്പോൾ എന്താ 2-3-4 അത് കറി വയ്ക്കണ്ടേ. പറഞ്ഞാൽ മനസ്സിലാവില്ല ഇവർക്ക്. എത്ര പറഞ്ഞാലും എത്ര തിന്നാൻ കിട്ടിയാലും പോരാ. കൊടുക്കുകയാണെങ്കിൽ മീനിൻ്റെ വെള്ളം അവൻ്റെ മേലത്തിരി ആയപ്പോൾ നക്കി കൊടുക്കുന്നുണ്ട്. പാവം തന്നെ ഡാഡി. എന്നിട്ട് തൂത്തിരിനെയും കൊണ്ട് വീട്ടിലേക്ക് വന്നിട്ടേ കെട്ടിയിട്ട് ഉടന്ന് ഭയങ്കര വലിയാണ് ഈ കൊറ്റൻ. കൊറ്റനെ വലിച്ചുകൊണ്ട് പോയി. ഞാനപ്പോൾ എന്തെങ്കിലും വിടാറില്ലേ, വിടില്ല. എന്നെ നാൾ വലിച്ചിട്ട് ആ റബ്ബർ കാർഡിൽ നിന്ന് വലിച്ചിട്ട് താഴെ വരെ വലിച്ചുകൊണ്ട് പോയി. എന്ത് ചെയ്യാനാ, കയറ് പിടിച്ചിട്ടൊന്നും നിൽക്കില്ലേ. ഇവൻ നിൽക്കണമെന്നില്ല. ഇവന് 4 ആളുടെ ശക്തിയുണ്ട്. ഇവള് പാവട്ടോ, ഗർഭിണിയാണ്, പാവം. ഇവൾ നടക്കാനും ഒന്നിനും വയ്യ അവൾക്ക്. അത്രയ്ക്ക് വയ്യ അവൾക്ക്, ഭയങ്കര ക്ഷീണമാണ് അവൾക്ക്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഓക്കെ ബൈ, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ ബൈ.